സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. ആൻഡ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 7 ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ കയ്യിലുണ്ട എന്താന്നൊക്കെ എമറാൾഡാണ് ഗൈസ് നമ്മുടെ കയ്യിൽ. നമ്മുടെ ചെക്കനെ നമുക്ക് കൊടുക്കാം. എടാ നോക്കറാ നമ്മുടെ എമറാൾഡ്. അപ്പോൾ നമുക്കിതാ എമറാൾഡ് എമറാൾഡ് അയ്യോ അവിടെ എമറാൾഡ് എടുത്താ ലാഗായിട്ടൊന്നും കിട്ടണില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അയൺ ഫാം ഇത് അവിടെ ഇവിടെ ഉണ്ട്. എൻ്റെ അയൺ ഗോളൊക്കെ സ്പോണായോ, നമുക്കൊന്ന് അയൺ എത്രയും നോക്കാം. ആൻഡ് ഗൈസ് ഞാനിപ്പോൾ അല്ല കയറി, ഞാൻ കുറച്ച് നേരമായി ഇതിൽ കയറി. ഓക്കെ, ഞാനപ്പോൾ ഇതിൽ കുറച്ച് നേരമായിട്ട് കയറി. കാരണം നമുക്ക് എന്താ പരിപാടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അയൻകോളം കുഴപ്പമില്ല. അയൻകോളമല്ല, സോറി, അയൺ ഫാമും നമുക്ക് കിട്ടണ്ട അത്ര, നമുക്ക് വേണ്ട അത്രയൊക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ പണിയാണ്. നമുക്കിതാ ഇവിടെ ഒരുത്തന്നെ കിട്ടിയിട്ടുണ്ട്, മെൻഡിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അക്വ ഇൻഫിനിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെൻഡിങ് നമ്മൾ നോക്കാക്കി വെച്ചിട്ടുണ്ട്. ഇത് മേടിച്ചിട്ട് ഇനി നമുക്ക് മെൻഡിങ് പറഞ്ഞിട്ട് വാങ്ങാം. ഓക്കെ പോരട്ടെ. ഓക്കെ, നമ്മളൊരു മെൻഡിങ് മേടിച്ചിട്ടുണ്ട്. ഇനി മേടിക്കാൻ പറ്റുമോ? ഓക്കെ, ഇനി മേടിക്കാൻ പറ്റില്ല, എമറാൾഡില്ല. ഒരെണ്ണത്തിന് 14. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ മറ്റേ ഇത് വേണം, ആൻവില് വേണം. അപ്പോൾ നമുക്കൊരു ആൻവിൽ അങ്ങോട്ട് ഉണ്ടാക്കാം. ആൻവിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അയണിൻ്റെ ബ്ലോക്കാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോക്ക് കുറച്ചെണ്ണം ഉണ്ടാക്കാം. സ്കെൽട്ടൻ പോയടിക്കറാ, പോയടിക്ക്. അങ്ങനെ തന്നെ. അതാ സ്കെൽട്ടന് പട്ടീനെ പേടിയാട്ടോ. ഓക്കെ, അതാ ഇനി അവൻ നോക്കിക്കോളൂ. നമുക്ക് ഇനി ആൻവിൽ എങ്ങനെയാണ്? ആൻവിൽ ഇതാ. ഓക്കെ, നമുക്കൊരു ആൻവിൽ അങ്ങോട്ട് ഉണ്ടാക്കാം. ഇനി നമുക്കിത് എവിടെ വെക്കുക? ആൻവിൽ എവിടെ വെക്കുക? ആൻവിൽ ഇവിടെ ഇരിക്കട്ടെ അല്ലേ? ഓക്കെ, ആൻവിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെൻഡിങ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ജസ്റ്റ് പ്ലേറ്റിലിടാം. അത് മതി, ജസ്റ്റ് പ്ലേറ്റിലിടാം. ഓക്കെ, അപ്പോൾ ആൻവിലെടുത്തിട്ട് ജസ്റ്റ് പ്ലേറ്റ് ഇവിടെ വയ്ക്കുക, മെൻഡിങ് ഇവിടെ വയ്ക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ജസ്റ്റ് പ്ലേറ്റ് മെൻഡിങ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇടാം. ഇനി നമ്മുടെ ലുക്ക് നോക്കിക്കോട്ടോ. തിളങ്ങണില്ല. അതോ അതിൽ തിളങ്ങണ് കാണില്ലല്ലോ. എന്താ തിളങ്ങണ് കാണാൻ പറ്റില്ല? അറിയില്ല ഗേസ്, പക്ഷേ കണ്ടോ, അതിൽ ചെറിയൊരു തിളക്കം കാണാനുണ്ട്. അപ്പോൾ ഗേസ് നമ്മൾ ഫുൾ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പ്ലേറ്റ് മെൻഡിങ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മെൻഡിങ് വാങ്ങാം. ഇവൻ്റെ നമുക്ക് അയൺ മേടിക്കണം. ഓക്കെ, അയൺ അവിടെ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ്. ഇവൻ അയൺ തന്നിട്ട് നമുക്ക് കുറച്ചെണ്ണം വാങ്ങാം അങ്ങോട്ട്. ഓക്കെ, എത്ര പറ്റിയവ ലോക്കാക്കണം വരെ അങ്ങോട്ട് വാങ്ങാം. കേസ് ഈ മെൻഡിങ് വാങ്ങാൻ പിന്നെ ബുക്കും കൂടിയും വേണം കേട്ടോ. അതൊക്കെ നമ്മൾ മുന്നേ സെറ്റാക്കി വെച്ചിട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സീനില്ല. ഓ എടാ, അയ്യോ തീ പിടിച്ചു എൻ്റെ പൊന്നു. എടാ കത്തിപ്പിടി. എടാ ഇൻ്റെ നായയാ. എടാ വായ അങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കി. എടാ സീനായനപ്പോ. അയ്യോ ഒറ്റ ഷോക്കടി. നമുക്ക് എന്തായാലും കിടന്ന് ഉറങ്ങാം. എന്തായാലും കത്തി ഇടിമിന്നൽ തോറുവെന്ന് തോന്നുന്നു. തോറ്. ഓക്കെ, അപ്പം നമ്മൾ കിടന്നുറങ്ങിയിട്ട് ആൻഡ് നമുക്ക് ഇനി നമ്മുടെ പൂക്കിക്കൂട്ടനെ നോക്കിയിട്ട് കുറേ കാലമായി. ആൻഡ് പൂക്കിക്കൂട്ട അതൊക്കെ എടുക്കണോ? ഇവനെന്തെങ്കിലും പേരിടണം. ഇവനെന്താ പേരിടുക? കിട്ടുക്കുട്ടൻ. പിന്നെ നമുക്ക് വേറെ സംഭവം ഉണ്ട്. നമുക്ക് എവിടെ ഇതിലുണ്ടോന്നാണ് നമുക്ക് കണ്ട ഒരു നെയിം ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം നെയിം ടാഗ് എന്തെങ്കിലും ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ വേറൊരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ടാകുമല്ലോ ഇവിടെ. അതാ സാഡല്ലേ. നമുക്കൊരു കുതിരാനും കൂടി കണ്ടുപിടിക്കണം. കുതിര ഇവിടെ കുറേ ഉണ്ട്, അവിടെയൊക്കെ പോയാൽ കുറേ കിട്ടും. ആൻഡ് ഞാനിപ്പോൾ അതിനെ നോക്കണില്ല, കാരണം കുതിരേനൊക്കെ നോക്കിയാൽ പിന്നെ സിമ്പിളാണ്. നമുക്ക് ഓരോ സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ സുഖമാണ്. അപ്പോൾ അതൊക്കെ പിന്നെ അടുത്ത കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു കുതിര ഉണ്ട്, ഒന്ന് പോയോക്കട്ടെ കേട്ടോ. അവനെന്താ അവൻ്റെ പരിപാടി നോക്കട്ടെ. അവന് ഹാർട്ടൊക്കെ ഉണ്ടോ നോക്കാം. ഗേസ് അവ ഒരു വഴിക്ക് ഇതാവണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മുടെ പണി നോക്കി പോവുക. അവൻ വേണമെങ്കിൽ വരട്ടെ. നമുക്ക് എന്തായാലും ഫുഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മെൻഡിങ് എമറാൾഡ് സെറ്റാക്കണം. എന്നിട്ട് നമുക്ക് ഒരു മെൻഡിങ് ബുക്കും കൂടി കിട്ടിയാൽ നമുക്ക് ഏതിലിടാം? നമുക്ക് നമ്മുടെ പിക്കാറ്റ്സിലിടാം. അല്ല, ആദ്യം ആർമർ സെറ്റാക്കാം. നമുക്ക് പാൻറ്റിലിടാം. യെസ്, അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് ഇത്ര മാത്രം പോരാ, നമ്മുടെ SP കൂടിയും വേണം. SP നമുക്ക് ഇനി ഒരു മോപ്പ് ഫാം, അടുത്ത് നമ്മുടെ ഒരു മോപ്പ് ഫാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മോപ്പ് ഫാം ഇവിടെ അടുത്തൊന്നല്ല ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ കുറച്ച് ദൂരത്തൊക്കെയാണ്. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ നടുക്കിലാണ് മോപ്പ് ഫാം ഏറ്റവും നല്ലത്. ബട്ട് നമുക്ക് അങ്ങനെ വെള്ളം ഇവിടെ കടലുണ്ടല്ലോ അല്ലേ, അങ്ങടായിട്ട് കടലുണ്ട്. എന്നിട്ട് ഗേസ് നമ്മൾ വേറെ കാര്യം ചെയ്യാൻ മറന്നു. നമ്മൾ എന്ന് വെച്ചാൽ നെതർ പോർട്ടൽ സെറ്റ് ചെയ്യാൻ മറന്നു. നമുക്ക് നെതർക്ക് പോകണ്ടേ, അപ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്യാം. അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഡയമണ്ട് പിക്കാറ്റ്സ് അവിടെ അതായിരിക്കണം. ഇത് വെച്ചിട്ട് നമുക്കൊരു 9 എണ്ണല്ലേ വേണ്ട. 9 നമുക്ക് ഒബ്സിഡിയം പറിക്കാം.
ഗേസ് അപ്പോൾ നമ്മളിതാ 10 പറിച്ചിട്ടുണ്ട്. ഇനി നമുക്കാണ് പോവുക. എന്നിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ നമുക്ക് ലെതർ പോർട്ടൽ ഇത് സെറ്റാക്കണം. ഇപ്പം ഞാൻ അവിടെ തട്ടിയേക്കാം. നമുക്ക് ലെതറൊക്കെ ഇനി ആവശ്യമുള്ളതാണ്. അവിടെ ഏയ് പോലെ എന്താ പിന്നെ കൊല്ലാൻ പറ്റാത്ത. ഓക്കെ ലെതർ കിട്ടിയോന്നാവോ നമ്മുടെ കയ്യിൽ കുറച്ച് ലെതർ ഉള്ളതുകൊണ്ട് എനിക്ക് അറിയില്ല. ഇനി നമുക്ക് എന്തായാലും നമുക്ക് ലെതർ പോർട്ടൽ സെറ്റ് ചെയ്താൽ ഇവിടെ സെറ്റ് ചെയ്യാം അല്ലേ. ഇതാകുമ്പോൾ നമ്മുടെ ബേസിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് എടുത്തിട്ട് നമ്മൾ നേരെ നമുക്ക് കറക്റ്റ് അളവിൽ വെക്കാം. ഗേസ് ഒരു മണ്ടത്തരം കാണിച്ചു. ഇങ്ങനെയല്ല പൊട്ടനാണ് ഞാൻ എന്ന് വെച്ചാൽ ഈ ഡേട്ടിൻ്റെ അടുത്താണ് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഞാൻ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു പൊട്ടമണി. ഓക്കെ അപ്പോൾ നമ്മൾ പറിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫായായി പോയല്ലോടാ ഗേസ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പിക്കാഡ്സിലാണ് മെൻറ്റിങ് കയറ്റാൻ പോകണം. അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ഫുൾ ആർമറിൽ കയറ്റിയത് എൻ്റെ പിക്കാഡ്സ് പൊട്ടും. കാരണം അമ്മാതിരി പണിയാളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ട് കത്തിക്കാം ഗേസ്. അപ്പോൾ നമ്മൾ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും കൂടി ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മൾ കത്തിക്കുകയാണ്. ഭയങ്കര ഐശ്വര്യമായിട്ട് ദൈവമേ കാത്തോളെ നല്ലൊരു സ്ഥലത്താവണേ. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനി നമുക്കാണ് പോവുക. ഓക്കെ ഇപ്പോഴാണ് ഇനി നേരം പോലെ പറയണ്ട. ഓക്കെ അയ്യോ പോവല്ലേ, എനിക്ക് എൻ്റെ ഒരു ഇതാവണില്ല. എന്തായാലും നമുക്ക് പോയേക്കാം. ഓക്കെ ദൈവമേ കാത്തോളെ നല്ല സ്ഥലത്താവണേ. ഓപ്പണിൽ പോയി പെടല്ലേ. അയ്യോ ഓ പെട്ട്. അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം കേട്ടോ. എടാ മോഞ്ചിറാ എന്തൂട്ട സ്ഥലമാണത്. അവിടെ നെതറാക്കുണ്ട്. എടാ ലാവയ്ക്കൊക്കെ ഒന്ന് വീണ പോയി കാര്യം കേട്ടോ. അവിടേക്കാണ് നെതറാക്കുള്ളത്. പക്ഷെ അങ്ങോട്ടൊക്കെ എത്ര നടക്കണം. എന്തായാലും നമുക്കിപ്പോൾ ഇതിനുള്ളിൽ പോവാം. എന്തായാലും മൂഞ്ചിയിട്ടുണ്ട്. നല്ല പണിയാണ് ദൈവം നമുക്ക് തന്നത്. എന്ത് സ്ഥലമാണോ എടാ അതും ആളിയാ. ഇനി പോട്ടെ, നമുക്ക് ഇനി നമ്മുടെ ഇതിൻ്റെ പണി നോക്കാം. ഗേസ് അപ്പോൾ ഇവൻ്റെ നമ്മൾ ഒന്നുകൂടി മെൻറ്റിങ് വാങ്ങുകയാണ്. ഓക്കെ അപ്പം ഇനി മെൻറ്റിങ് വാങ്ങണമെങ്കിൽ നമുക്ക് ബുക്കൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഇത് നമ്മുടെ പിക്കാഡ്സിലിടാം. അപ്പോൾ ഇവിടെ പിക്കാഡ്സ് വെക്കുകയും അതുപോലെ തന്നെ മെൻറ്റിങ് വെക്കുക. എത്ര SP ആണ്? 100 SP. ഓക്കെ നമ്മുടെ പിക്കാഡ്സ് സെറ്റായേ. ഇനി നമുക്ക് വല്ല മൃഗത്തിനും പോയി തട്ടാം. അതിനൊക്കെ അങ്ങനെ തട്ടി നമുക്ക് സെറ്റാവും. എടാ എന്താ എടാ മറ്റേത് അളിയാ മറ്റേ സാധനം. അയ്യോ അമ്മേ അമ്മ ഓടിക്കോ. എടാ റയർ മറ്റേ സാധനം എടാ പട്ടിയതോ. അയ്യോ പട്ടി മറ്റേ അതിന് പോയി അടിക്കുക അറിയില്ല. എവിടെ എന്താ വന്ന് നമുക്ക് ഒന്ന് ജസ്റ്റിൽ സ്ഥലമില്ല പണ്ടാരം. ഒരു ചെസ്റ്റ് സ്റ്റാൻഡ് ഉണ്ടാക്ക്. ഓക്കെ ഉണ്ടാക്ക്. ഓക്കെ ഒരു ചെസ്റ്റ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ആക്കി. എന്നിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ അതിൽ വയ്ക്കാം. ഫുഡ് എടുക്ക്. എടാ അതറ വന്നിക്കണേ എന്താ ചെയ്യുക. ഓക്കെ നമുക്ക് മെല്ലെ ഓരോരുത്തന്മാരെ പോയി തട്ടാം. എടാ ഇങ്ങോട്ട് വാടാ. ആ നീ ആള് കൊള്ളാലോ. പിടിച്ചോ. ഓക്കെ അപ്പം നീ ഇറങ്ങിയില്ലേ. പിടിച്ചോ. എടാ കുതിരേനെ കൊല്ലല്ല. ഇറക്കി ഒരു കുതിരേനെ താട്ടാ. എനിക്ക് അതിൻ്റെ ഒരു കുതിരേനെ വേണം. ബട്ട് ഇവൻ തരുന്നില്ല. നമുക്ക് അയ്യോ പിക്കാഡ്സ് കഴിഞ്ഞ് മാറ്റണോ. ഓക്കെ നമ്മൾ അവനൊരു തട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഓക്കെ ഒരുത്തനെ കിട്ടി. ഇനിയുണ്ടല്ലോ. ഇത്ര എണ്ണേ ഉള്ളൂ. അല്ല ഇനി വന്നു. എവിടെയോ അവരൊക്കെ പോയോ. നമുക്ക് ഇവനെ എങ്ങനെയുള്ള ഇണക്കി എടുക്കണോടാ. നമുക്ക് ഇവനെ എങ്ങനെയുള്ള ആടാ നമുക്കേ ഓടാ സെറ്റ്. നമുക്ക് സാഡൽ എടുത്തോണ്ടിരാം. സാഡൽ എടുക്ക്. ഇവനെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ കോട്ടെ. സാഡൽ എടുത്തിട്ട് വായോ. സാഡൽ ഇതായിരിക്കണു. ഇതെടുത്തിട്ട് പോവാ. ഓക്കെ പോട്ടെ കിട്ടും. എനിക്ക് പുതിയ വേറെ പെറ്റ് എന്നെ പോലെ വേറെ പെറ്റിനെ കിട്ടി. പെറ്റല്ല അവന് ഉപയോഗമുള്ള പെറ്റാണ്. ഓക്കെ എടാ എന്തൊക്കെ ശബ്ദം കേൾക്കാണ്ട്. ഓക്കെ ഇനി ഇവൻ്റെ കൺട്രോളാണ്. കുഴപ്പമില്ലാത്ത സ്പീഡൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടെങ്കിൽ ഇവനെ പൂട്ടിച്ചിട്ട് ഈ സൈഡിൽ വെച്ചിട്ട് വേറെ ആൾക്കാരെ കൊണ്ടുപോവാം. ആൻഡ് എടാ ഇവനെ എവിടെ ഞാൻ പൂട്ടിയിടുക. അതൊരു കാര്യമല്ലോ. നമുക്കൊരു കുഴി കുത്തി ഇവനെ അതിൻ്റെ ഉള്ളിൽ ഇട്ടാലോ. ഒരു കുഴി എടുക്കും. ഇവിടെ ഒരു കുഴി എടുക്കാം. യെസ് ഞാനിവിടെ ഒരു കുഴി കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ തിരിൽ കൊണ്ടുപോയിട്ടാ. ഓക്കെ വായോ കമോൺ ഗഡി കമോൺ. നമുക്ക് അവനെ ഇതിലിട്ടിട്ട്
അതിൻ്റെ ഉള്ളിലേക്ക് വീട്. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ തന്നെ നമുക്ക് ഈ ബ്ലോക്ക് വെച്ചിട്ട് വിടാണ്ട് മൂടാം. ഓക്കെ ലെറ്റ്സ് ഗോ. നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ കേസ്, അപ്പോൾ നമുക്ക് പുതിയൊരാളെയും കൂടിയും കിട്ടിയിട്ടുണ്ട്. എൻ്റെ അവിടെ സോംബിക്കുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്കി പണി പോണേക്കാൾ മുന്നേ എനിക്ക് ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ HP ഒക്കെ കൂട്ടണമല്ലോ. ഓക്കെ HP കൂട്ടട്ടെ ഗേസ്. ഞാനപ്പോൾ ഇതിൻ്റെ 5ാമത്തെ എപ്പിസോഡിലാണ് ഇതിൻ്റെ പണി ഉണ്ടാകുന്നത്. ഇപ്പോൾ 7ാമത്തെ എപ്പിസോഡാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ 9 പേർക്ക് എടുക്കാമെന്ന്. 9 പേരെന്ന് ഉദ്ദേശിച്ച ഒരേ കളിയാട്ടോ. 19 പേർക്ക് എടുക്കാമെന്ന് വെച്ചാൽ 19 അല്ല 18 പേർക്ക് എടുക്കാം. കാരണം 9 18 പേർക്ക് ഇവിടെ എടുക്കാം. നമുക്ക് ഇവൻ്റെ മെൻറ്റിങ് അവ എത്ര കുറച്ചാ? 13 ആക്കിയറ. ഓക്കെ ഇവൻ എന്താണെന്ന് അക്കോ ഇൻഫിനിറ്റി 11. ഓക്കെ ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ എമറാൾഡ് എടുത്തോണ്ടിരും. ഞാൻ ഇന്നലെ ഇത് എമറാൾഡ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. ഞാൻ അതെന്താ ഈ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ മാറ്റിക്കോ. ഓക്കെ അപ്പോൾ ഗൈസ് അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ 8ാമത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഒരു മോപ്പ് ഫാം പണി ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്ക് എവിടെയാണ് അതിൻ്റെ സ്ഥലം എന്നറിയാത്ത. ഇവിടെ എന്തായാലും ഞാൻ എൻ്റെ ഈ ഏരിയയിൽ എന്തായാലും ചെയ്യുന്നുണ്ടാവില്ല. ഇനി ചെയ്യണ്ടെങ്കിൽ അവിടെയൊക്കെ ചെയ്യുള്ളൂ. നല്ല കുറച്ച് ഇവിടുന്ന് കുറച്ച് ദൂരത്തേക്കൊക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവിടെ വലിയ കടലുണ്ട്, വില്ലേജിൻ്റെ അപ്പുറത്ത് വലിയ കടലുണ്ട്, അവിടെയൊക്കെ പോയിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് എമറാൾഡ് വാങ്ങാം. എമറാൾഡ് ബൻ്റെന്നല്ല വാങ്ങും, ബൻ്റെന്ന് ഗേസ്. അപ്പോൾ ഇനി നമുക്ക് അൺബ്രേക്കിങ്ങിന് വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനം പറിച്ചിട്ടോ എനിക്ക് എന്ന് വെച്ചാൽ എമറാൾഡൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഇത് കൂടുക. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടാവും പിക്കാറ്റ്സിന് ഒന്നുകൂടി കൂടി നമുക്ക് പിക്കാറ്റ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇവിടെ 2 പേരുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഒരു ലാക്ടേൺ കൂടി ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് ഇനി അൺബ്രേക്കിംഗ് ഒക്കെ വാങ്ങണ്ടേ ഗേസ്. അപ്പോൾ നമ്മൾ വേറൊരു പ്രധാന വാർത്ത അറിയിക്കാൻ വന്നതാണ്. നമ്മുടെ കിട്ടൂസിൻ്റെ പേര് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അർജുൻ എന്നാണ് പുതിയ പേര്. അപ്പോൾ അവൻ തന്നെ പറഞ്ഞാണ് അവന് അർജുൻ മതിയെന്ന്. എന്നാലും അവനൊരു പട്ടി നമ്മുടെ പുരുഷത്വം കിട്ടുമെന്ന് പറയുന്ന പോലെ പട്ടിരക്ഷം അത് കിട്ടുള്ളൂ ഉത്തരം. അപ്പോൾ എന്തായാലും നമ്മളവന് അർജുൻ തന്നെ പേരിടാൻ പോകുന്നത്. നമ്മൾ നെയിം ടാഗ് ഉണ്ടല്ലോ, അപ്പം നമുക്ക് അതിൽ ഇട്ടിടണം. അതിനൊക്കെ മുന്നേ നമുക്ക് കുറച്ച് എമറാൾഡ് ഇട്ടിട്ടുണ്ടാകും. നമ്മൾ മറ്റേ 2 സാധനം ഉണ്ടാക്കിയിട്ടതോ ഈ 2 സാധനം വെച്ചിട്ട് അവൻ എന്തപ്പം തരിക. ഇതൊക്കെയാണ് ഇപ്പം തരിക അവൻ. ഓക്കെ എടാ നല്ലതാട്രാ. സ്റ്റിക്ക് വെച്ചാൽ എമറാൾഡ് കിട്ടണം. എടോ കിട്ടിയിട്ടില്ല. സ്റ്റിക്ക് കൊടുത്ത എമറാൾഡ് കിട്ടണ വേണം. അതിന് നമുക്ക് ഒരു മെൻഡിങ് വാങ്ങണം വണ്ടിയിൽ. നമ്മുടെ പൂക്കിക്കുട്ട് അവിടെ ഒക്കെ ഉണ്ട്, നമ്മുടെ അർജുൻ ഇവിടെ ഒക്കെ ഉണ്ട്. അവന് എന്തെങ്കിലും പേരിടണം. എന്താപ്പം പേരിടുക ഗേസ്? ഇവൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏത് പേരെ നമുക്ക് നല്ലത് നോക്കിയിട്ട് ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണ്ടത് നമുക്ക് ലെതർ ധരിക്കണം. ഇനി നമുക്ക് പോയിട്ട് നമുക്ക് എന്താ ഫുഡില്ല, നമുക്ക് മറ്റേ മെൻഡിങ് മേടിക്കണം. മെൻഡിങ് മേടിച്ചിട്ട് നമുക്ക് ഇനി ഇടാനുള്ളത് പിക്കാറ്റ്സിലിട്ടു. ഇനി നമുക്ക് ഹെൽമെറ്റിലിടണം ഗേസ്. അപ്പോൾ നമ്മൾ മെൻഡിങ് ഹെൽമെറ്റിലിടാൻ പോവാണ്. ഇനി ഹെൽമെറ്റ് എടുക്കുക. നമുക്ക് SP ഉള്ളതുകൊണ്ട് നമുക്ക് ഇടാം. അതിൻ്റെ 2 കോസ്റ്റ് SP ആവത്തുള്ളൂ. അപ്പോൾ നമ്മളിതാ ഇട്ടിട്ടുണ്ട്. മെൻഡിങ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കെ. ചെറിയൊരു തിളക്കുണ്ട് കേട്ടോ. മറ്റേ എന്ന് വെച്ചാൽ ഒന്നും ഇടാതിരിക്കുമ്പോൾ ഒരു മഞ്ഞിഷ് കളറാണ്. ഇപ്പോൾ ഒരു നീല ഒരു തിളക്ക കളറുണ്ട്. അതിൻ്റെ ഇനി നമുക്ക് ഇവൻ്റെ എമറാൾഡ് വാങ്ങണം. അയ്യോ എമറാൾഡ് വാങ്ങി എൻ്റെ ആയല്ലേ, നമുക്ക് ആയം പോയി എടുക്കാം ഗസ്. പിന്നെ എനിക്കൊരു കാര്യം പറയേണ്ടത്, നമ്മൾ ഡ്രാഗനെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സീരീസ് എന്ന് വെച്ചാൽ ഈ ഫസ്റ്റത്തെ ഈ സീസൺ ഇവിടെ കഴിയും. കാരണം നമ്മൾ ഓവർ കളിക്കണില്ല എന്ന് വെച്ചാൽ ഫുള്ളി സെറ്റാകുമോ, ഭയങ്കര സെറ്റാകുമോ. എന്നിട്ട് അത് സെറ്റായിട്ടൊന്നും വലിയ കാര്യമില്ലല്ലോ. വാർഡനെ തട്ടുക അങ്ങനെയൊന്നും പരിപാടിയില്ല. നമ്മൾ കളി എപ്പോഴാണ് നിൽക്കുക, ഡ്രാഗനെ തട്ടിയാലാണ് കളിയുടെ ഒരു പ്രൊഫഷൻ. അത് കഴിഞ്ഞ് നമ്മൾ പരിപാടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ സീസൺ നിർത്തും. എന്നിട്ട് അടുത്ത സീസൺ ഇതിൻ്റെ പേരെന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. ലെറ്റ്സ് പ്ലേ സീസൺ 1. നമ്മളടുത്ത സീസൺ 2 തുടങ്ങും. അപ്പോൾ അതൊക്കെ എല്ലാവരും സപ്പോർട്ട് തരണം കേട്ടോ. അപ്പം നമുക്ക് ഇവൻ്റെ എമറാൾഡ് വാങ്ങാം. ഇനി നമ്മുടെ ബൂട്ടിനും കൂടി മാത്രം മെൻഡിങ് ഇടാളൂ. ഇത് ഇവിടെ വയ്ക്കുക. ഓക്കെ മെൻഡിങ് നമ്മൾ ബൂട്ടിലിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആർമർ ഫുള്ള് മെൻഡിങ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ടൂൾസൊക്കെ മെൻഡിങ് ആക്കാം ഗേസ്. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ബ്രെഡ് എടുക്കട്ടെ, ഒക്കെ കഴിക്കട്ടെ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ നമ്മുടെ ആർമർ ആൻഡ് ടൂൾസ് ഫുള്ള് മെൻഡിങ് ആക്കാൻ പോവാണ്. അയ്യോ ആൻവില് പൊട്ടിയാ. എടാ ആൻവില് പൊട്ടിയറാ, മൂഞ്ചി കളി ആൻവില് പൊട്ടി. ഈ ആൻവില്ലിന് എന്തായാലും അത്രയും കുറഞ്ഞ പണി എന്ന് വെച്ചാൽ അത്രയും
പെട്ടെന്ന് പൊട്ടണ ലൈഫ് കുറഞ്ഞു കൊടുത്തേക്കണ്. സാറിൽ എന്തായാലും ഞാൻ വില്ലുണ്ടാക്കുക അയൺ ഫോം ഇതൊക്കെ ഞാൻ എടുത്തോടുന്നു. സാറിൽ നമുക്ക് 2 മെൻഡിങ്ങിൻ്റെ ബുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതാ ഇതൊക്കെ ഫുള്ള് മെൻഡിങ് ആക്കി. ഇനി ഇത് 2 മെൻഡിങ് ആക്കി. ഇനി ഇതും മെൻഡിങ് ആക്കാണ്ട് അതിനുള്ള 2 മെൻഡിങ് ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ യെസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് ഇനി നിങ്ങൾക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ വല്ല ഗെയിംസോ കളിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇതിലെ വേറെ ഏതെങ്കിലും മോഡൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മളെന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു വേൾഡിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളെന്തായാലും ചെയ്യപ്പോൾ എല്ലാം ഡു കമൻറ്റ്. പിന്നെ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ ഗുഡ് ബൈ.